കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 39-ാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. സംസ്ഥാനത്ത് UDF-ന് മികച്ച വിജയമുണ്ടാക്കാൻ സാധിക്കുമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. ആക്ഷേപം ഇന്ന് വോട്ടർമാരുടെ ശക്തമായിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായി നമുക്കറിയാം, ശബരിമലയിൽ നടന്നിട്ടുള്ള തീവട്ടിക്കൊള്ള സമാനതകളില്ലാത്ത തീവട്ടിക്കൊള്ളയാണ് നടന്നത്. ഈ കൊള്ളയിലെ പ്രതികളെ ആരെയും പിടിച്ചത് കേരള ഗവൺമെന്റ് അല്ല, കേരള പോലീസ് അല്ല. ഇത് ഹൈക്കോടതിയാണ് SIT നിയമിച്ചത്. SITയിലെ ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുത്തത് മുഴുവൻ ഹൈക്കോടതിയാണ്. അപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കാണ്. അപ്പോൾ അതിൽ 2 പേരാണ് ഇന്ന് ജയിലിനകത്ത് കിടക്കുന്നത്. ഒരുപാട് പേര് ജയിലിൽ കിടക്കുന്നുണ്ട്. അതിൽ 2 പേരുടെ പേര് എടുത്തു പറയാതിരിക്കാൻ കാര്യമില്ല. ഒരാൾ 2 പ്രാവശ്യം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച്, നമുക്കറിയാം, കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ കുളക്കട പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയ ആളാണ്. അതിനുശേഷം അദ്ദേഹം ലാൻഡ് ട്രൈബ്യൂണലിൻ്റെ ജഡ്ജിയായി. അതിനുശേഷം അദ്ദേഹം പിണറായി വിജയൻ്റെ ആശീർവാദത്തോടു കൂടി ഗുരുദാസൻ എന്ന് പറയുന്ന എക്സൈസ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷനായി തിരുവിതാംകൂർ. സാധാരണഗതിയിൽ ഒരു കമ്മീഷണർക്ക് 3 കൊല്ലമാണ്. 2 ടേമാണ് അദ്ദേഹത്തിന് വാസുവിന് കൊടുത്തത്. ആ 2 ടേം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് മെമ്പറാക്കി. അതിനുശേഷം അദ്ദേഹത്തെ പ്രസിഡന്റാക്കി. ഇത്രയും സ്ഥാനമാനങ്ങൾ പാർട്ടി നൽകിയതും പാർട്ടി സ്ഥാനമാനങ്ങൾ വഹിച്ചതുമായ ഒരാൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് ജയിലിൽ കിടക്കുന്നു എന്ന് മാത്രമല്ല, 4 പ്രാവശ്യമാണ് അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞതും അദ്ദേഹത്തിനെ വീണ്ടും വീണ്ടും ജയിലിനുള്ളിലേക്ക് അടച്ചതും. 2ാമത്തെ വ്യക്തി DYFIയുടെ നേതാവായിരുന്നു. അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അതുകൂടാതെ അദ്ദേഹം കൂന്നിയുടെ MLA ആയിരുന്നു. അത് കഴിഞ്ഞ് 2 പ്രാവശ്യം ആറന്മുളയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ്. ദേവസ്വം ബോർഡ് മെമ്പറാണ്. ഏതാണ്ട് 50 കോടി രൂപയോളം വില വരുന്ന സ്വർണമാണ് കടത്തിയത്. പക്ഷേ അതിൻ്റെ മോഹവില 500 കോടിയാണെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി അന്താരാഷ്ട്ര കള്ളക്കടത്ത് റാക്കറ്റുമായി ബന്ധമുള്ള ഒരു സ്വർണ്ണ തട്ടിപ്പാണ് ശബരിമലയിൽ നടന്നത്. നമുക്കറിയാം, മാർക്സിസ്റ്റ് പാർട്ടി അടക്കം ഈശ്വര വിശ്വാസികളുടെ നാടാണ് ഈ നാട്. ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസിൽ വിശ്വസിക്കുന്ന, വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടി കേരളം ഭരിക്കുന്നു. മതം മനുഷ്യനെ മയക്കുന്ന കറുത്ത മരുന്നാണെന്ന് പറഞ്ഞ കാറൽ മാർക്സിന്റെ അനുയായികൾ കേരളം ഭരിക്കുന്നു. ആ കേരളത്തിലാണ് ഇത്ര വലിയ തീവട്ടിക്കൊള്ള നടന്നിരിക്കുന്നത്. ഈശ്വര വിശ്വാസം ലെവലേശമുണ്ടെങ്കിൽ ശ്രീ പിണറായി വിജയൻ ചെയ്യേണ്ടത് ഈ ജയിലിൽ കിടക്കുന്ന ആളുകളെ എങ്കിലും അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കണം. മാത്രമല്ല, 6 ലക്ഷം കോടിയുടെ കടമാണ് കഴിഞ്ഞ 9.5 വർഷക്കാലമായി കേരളത്തിന് വരുത്തി വെച്ചിരിക്കുന്നത്. ഗുരുതരമായ വിലക്കയറ്റം. മാത്രമല്ല, ആശുപത്രിയിൽ യാതൊരു വിധമായ മരുന്നുകളുമില്ല. വളരെ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഈ ഗവൺമെന്റിന് എതിരെ ഒരു ജനവിധി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പെരിയ പഞ്ചായത്ത് അടക്കം എല്ലാ പഞ്ചായത്തുകളും ഞങ്ങൾ പിടിച്ചെടുക്കും. ഇത്തവണ ജില്ലാ പഞ്ചായത്ത് വീണ്ടും UDF-ന്റെ ഭരണം വരും. ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും നിർണായകമായ ഒരു ശക്തിയായി UDF മാറും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല.
ആസൂത്രിതമാണെന്നാണ് KPCC പ്രസിഡന്റ് ഇന്ന് പറഞ്ഞത്. ഇത് രാഷ്ട്രീയ പ്രേരിത കേസാണെന്നാണ് KPCC പ്രസിഡന്റ് ഇന്ന് പ്രതികരിച്ചത്. അല്ല, ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഇത്തരം വിഷയങ്ങൾ ഇന്നല്ല ചർച്ച ചെയ്യേണ്ടത്. ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെ കഴിഞ്ഞ് നിങ്ങൾ ഏത് ചോദ്യം ഇതിനെക്കുറിച്ച് ചോദിച്ചാലും ഞാൻ പറയാം. കാരണം വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. പാർട്ടി ഇക്കാര്യത്തിൽ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, എടുക്കാവുന്ന നടപടികളെല്ലാം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ വിഷയം ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യമില്ല. രാഹുൽ ഒളിവിലായിരുന്നു, ഇന്നിപ്പോൾ വോട്ട് ചെയ്യാൻ വരുമെന്നാണ് നോക്കുന്നത് എല്ലാവരും. അദ്ദേഹത്തോട് ചോദിക്കണം, അദ്ദേഹം വോട്ട് ചെയ്യാൻ വരുമോ വരുത്തില്ലയോ എന്നൊക്കെ. അതൊക്കെ അദ്ദേഹത്തിനോട് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ചോദിച്ചാൽ എങ്ങനെയാണ് ഞാൻ മറുപടി പറയുക? അല്ല, എന്ത് സാഹചര്യത്തിലായിരിക്കും ഇത് രാഷ്ട്രീയ പ്രേരിത പരാതി കേസ് എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടാവും? ഞാൻ താങ്കളോട് എല്ലാവരോടുമായി പറഞ്ഞു, ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് എത്ര ചോദ്യം ആവർത്തിച്ച് ചോദിച്ചാലും ഞാൻ ഇന്ന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇന്ന് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഒരു ദിവസമാണ്. ഇന്ന് നമുക്ക് വിവാദങ്ങൾക്ക് അവധി കൊടുക്കാം. ഇതിൽ പരാതി കാണപ്പെടുന്ന ആദ്യം പറഞ്ഞ നേതാവാണ്, കോൺഗ്രസ് നേതാവാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. ശക്തമായ നിലപാടെടുത്ത നേതാവാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞ ഒരു കാര്യങ്ങളും മാറ്റി പറഞ്ഞിട്ടില്ല. അത് പുനർചിന്തനത്തിൽ വിധേയമായിട്ടില്ല. കാരണം എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പ്രതികരിക്കാറുള്ളൂ. ഇക്കാര്യത്തിലും അങ്ങനെ ഉത്തമ ബോധ്യത്തിനടിസ്ഥാനത്തിലാണ് പ്രതികരിച്ചത്. അത് ഞാൻ മരിക്കുന്നവരെ മാറ്റി പറയുമെന്ന് ആരും വിചാരിക്കട്ടെ. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടല്ലോ, അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ചോദിച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് വിവാദ വിഷയങ്ങളെക്കുറിച്ച് ഒരു ചോദ്യത്തിനും ഉത്തരവില്ല. പിണറായി പറഞ്ഞിരിക്കുന്നത് ചരിത്ര വിജയം നേടുന്നതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 13-ാം തീയതി കഴിയുമ്പോൾ എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത് നിങ്ങൾ കാത്തിരുന്ന് കാണുക. ഓക്കെ.